ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ അഡ്മിഷൻ ഓഫ് പാർട്ട്നേഴ്സ് എന്ന പാഠഭാഗത്തിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. The newly admitted partner acquires two rights. What are they? Right to share the assets of the firm and right to share the profits of the firm. The new partner brings his capital and his share of goodwill premium for acquiring the above rights. The goodwill premium brought in by the new partner is to be shared by all the partners in the ratio of their sacrifice. The ratio in which all the partners sacrifice or surrender their share of profit in favor of the new partner is termed as sacrificing ratio. Sacrifice ratio equals old ratio minus new ratio. Then the accumulated profits and reserves are credited to the capital accounts of all the partners in their old ratio. The accumulated losses, if any, will be debited to the capital accounts of all the partners in old ratio. Reserves and profit and loss account balance will not appear in the new balance sheet. The profit or loss on revaluation of assets and liabilities are transferred to the capital accounts of all the partners in their old ratio. Then the new balance sheet records the current value of all assets, liabilities and capital. ഇന്ന് നമ്മൾ മേലെ സൂചിപ്പിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കുക. റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി, അൺറിക്കോർഡഡ് അസറ്റ്സ്. ഡെബിറ്റ് ചെയ്യുന്നത് ഡിക്രീസ് ഇൻ അസറ്റ്സ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ് ആൻഡ് അൺറിക്കോർഡഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി റീവാലുവേഷൻ ലോസ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ്. സോ ആ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. യെസ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Given below is the balance sheet of A and B sharing profits in 2:1. ബാലൻസ് ഷീറ്റിൽ അസറ്റ്, ലയബിലിറ്റീസ് തന്നിരിക്കുന്നു. ദെൻ എ, ബി എന്നിവരുടെ ക്യാപിറ്റലും. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കുക. C is admitted as a partner on the above date on the following terms. ഒന്ന്, C will bring rupees 1 lakh as his capital and rupees 60,000 as his share of goodwill for 1/4 share in profits. Plant and machinery is to be appreciated to rupees 1,20,000. The value of buildings is to be appreciated by 10%. Stock is found overvalued by rupees 4,000. A provision for doubtful debts is to be created at 5% on debtors. Rupees 500 is to be provided for outstanding electricity bill. A creditor of rupees 500 is not likely to be claim his money and is to be written off. Investments of rupees 5,000 not mentioned in the balance sheet is to be taken into account. Record journal entries and prepare revaluation account, capital account and balance sheet after admission. സാധാരണ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സോ ഈ ക്വസ്റ്റിനെ വിഷമമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട
ചില ഐറ്റങ്ങൾ നമുക്ക് ഒന്ന് നോക്കിപ്പോകാം. സി വിൽ ബ്രിങ് 1 lakh as capital and 60,000 as his share of goodwill. സി എന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. അതുപോലെ സി കൊണ്ടുവരുന്ന ഗുഡ്വിൽ എ ബി എന്നീ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. Then stock is found overvalued by 4,000. ഫൗണ്ട് ഓവർവാല്യൂഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ വില 4,000 രൂപ അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു. നമുക്കറിയാം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഫിസിക്കൽ വെരിഫിക്കേഷൻ മുഖേനയാണ്. സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന ഒരു റൂൾ ഉണ്ട്. എന്താ അത്? യെസ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. എന്നാൽ സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് വാല്യൂ ചെയ്തപ്പോൾ ആക്ച്വൽ എമൗണ്ടിനേക്കാൾ 4,000 രൂപ അധികമായിട്ടാണ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അധികമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യെസ് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഡിക്രീസ് സ്റ്റോക്ക് ബൈ 4,000. Then ₹500 is to be provided for outstanding electricity bill. ഇലക്ട്രിസിറ്റി ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് നിലവിലെ ബാലൻസ് ഷീറ്റിൽ തരാത്ത ഒരു ബാധ്യത അൺറിക്കോർഡഡ് ലയബിലിറ്റിയാണ്. എ ക്രെഡിറ്റർ ഓഫ് ₹500 ഈസ് നോട്ട് ലൈക്ലി ടു ക്ലെയിം ഹിസ് മണി ആൻഡ് ഈസ് ടു ബി റിട്ടേൺ ഓഫ്. ഒരു ക്രെഡിറ്റർ അദ്ദേഹത്തിന് 5,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ആ തുക അദ്ദേഹം ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റർ എന്നൊരു ബാധ്യതയിൽ കുറവ് വരുന്നു. ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 5,000 ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് അൺറിക്കോർഡഡ് അസറ്റ് ആണ്. ക്വസ്റ്റ്യന്റെ മലയാള പരിഭാഷ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് നോക്കുക. റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ ചെയ്യുന്നതിനുള്ള ഒരു പ്രോബ്ലം നമുക്ക് ലഭിച്ചാൽ ആ പ്രോബ്ലം ചെയ്യുന്നതിന് നമ്മൾ മുന്നേറേണ്ട രീതിയാണ് നോക്കുന്നത്. ആദ്യം ഡ്രോ ജേണൽ, റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്തൊക്കെയാണോ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവ ആവശ്യമായ വലിപ്പത്തിൽ വരയ്ക്കുക. ഏതാണ്ട് ഒരു 2 പേജ് വലിപ്പമുള്ള ജേണൽ, ദെൻ ഓരോ പേജ് വീതമുള്ള റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് വരച്ചു. പോസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി. എ ബി എന്നീ ഓൾഡ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് പോസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. ട്രാൻസ്ഫർ ജനറൽ റിസർവ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ആൻഡ് ബി ഇൻ ഓൾഡ് റേഷ്യോ. അഡ്ജസ്റ്റ്മെന്റിൽ പറയാത്ത ഒരൈറ്റമാണ് എന്ന് ഓർമ്മിക്കുക. ജനറൽ റിസർവ് ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് പാസ്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പാസ് എൻട്രീസ് ഫോർ ദ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ സി ആൻഡ് പോസ്റ്റ് ഇറ്റ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സി എന്ന ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലുള്ള ജേണൽ എൻട്രി എഴുതുക. ആ ക്യാപിറ്റൽ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ആഡ് ദിസ് എമൗണ്ട് ടു ക്യാഷ് അറ്റ് ബാങ്ക്. ഇദ്ദേഹം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ബാങ്കിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന അസറ്റിനോടൊപ്പം ബാലൻസ് ഷീറ്റിൽ ഈ തുക ആഡ് ചെയ്യുക. പാസ് ജേണൽ എൻട്രീസ് ഫോർ ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ബൈ സി. സി 60,000 രൂപ ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുള്ള ജേണൽ എൻട്രി എഴുതുക. ഗുഡ്വിൽ പ്രീമിയം ഈസ് ടു ബി ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ സാക്രിഫൈസ് റേഷ്യോ. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ 2:1 എന്ന ഓൾഡ് റേഷ്യോ തന്നെയാണ്. പോസ്റ്റ് ഗുഡ്വിൽ പ്രീമിയം ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ആൻഡ് ബി. സി എന്ന ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം എ ബി എന്നീ ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. അത് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ആഡ് ഗുഡ്വിൽ പ്രീമിയം ടു ക്യാഷ് അറ്റ് ബാങ്ക് ഇൻ ബാലൻസ് ഷീറ്റ്. ഗുഡ്വിൽ പ്രീമിയം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. സോ നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന അസറ്റിനോടൊപ്പം ഈ തുക കൂടി ആഡ് ചെയ്യണം. Pass journal entries for revaluation of assets and liabilities and post the same to revaluation account and make entries in balance sheet. ചില അസറ്റ് റീവാല്യൂ ചെയ്യുക, ലൈബിലിറ്റി റീവാല്യൂ ചെയ്യുക, അൺറിക്കോർഡ് അസറ്റ്, അൺറിക്കോർഡ് ലൈബിലിറ്റി എന്നൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. ഇവയ്ക്കെല്ലാം ജേണൽ എൻട്രി എഴുതുക.
ഈ തുകകൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. അതേസമയം തന്നെ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റിൻ്റെ ലയബിലിറ്റിയുടെയൊക്കെ പുതിയ വില മാർക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ദ ബാലൻസ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ജേണൽ എൻട്രിയും എഴുതുക. ഫൈൻഡ് ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടെത്തിയതിനു ശേഷം ക്യാപിറ്റൽ ബാലൻസ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ടേക്ക് ദ റിമൈനിങ് ഐറ്റംസ് ടു ബാലൻസ് ഷീറ്റ് നോട്ട് ടേക്കൺ ഫോർ റീവാലുവേഷൻ. നമ്മൾ അതാത് സമയം ബാലൻസ് ഷീറ്റിൽ നിന്നും ഐറ്റങ്ങളെ റീവാല്യൂഡ് ഫിഗർ പരിഗണിച്ചിട്ട് പുതിയ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റവും നമ്മൾ എടുക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കിംഗ് ഇല്ലാത്ത ഐറ്റങ്ങൾ ഏതൊക്കെയാണോ, ഇതുവരെ റീവാലുവേഷന് പരിഗണിക്കാത്ത അസറ്റുകൾ, അവ പുതിയ ബാലൻസ് ഷീറ്റിൽ പഴയ വിലയിൽ തന്നെ കാണിക്കുക. നൗ ദ ബാലൻസ് ഷീറ്റ് വിൽ ബി ടാലീഡ്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും കൂട്ടിയാൽ ഒരേ ഫിഗർ തന്നെ ടാലി ആയിട്ടുണ്ടാകുമെന്ന് അർത്ഥം. നമുക്ക് നോക്കാം. ചെയ്യേണ്ട രീതികൾ മലയാള പരിഭാഷ നൽകിയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആവശ്യമായ അക്കൗണ്ടുകൾ വരയ്ക്കുക. സോ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം എ ബി എന്നീ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് പോസ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലോ. യെസ്, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ. എ 1,80,000, ബി 1,50,000. ഓക്കെ, യെസ്. ഇനി ജനറൽ റിസർവ് 18,000 റുപ്പീസ് ഉണ്ട്. ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. ഈ തുക ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ക്രെഡിറ്റ് ചെയ്യുക. ജനറൽ റിസർവിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറൽ റിസർവിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ ബാലൻസ് കൂടുന്നതിനാൽ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ജനറൽ എന്ത് വരും? യെസ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 18,000 ടു എ ക്യാപിറ്റൽ 18,000 ഇൻറ്റു 2/3. 2/3 എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ എത്ര? യെസ്, 12,000 ടു ബി ക്യാപിറ്റൽ 18,000 ഇൻറ്റു 1/3 6,000. ജനറൽ റിസർവ് ട്രാൻസ്ഫേർഡ് ഇൻ ഓൾഡ് റേഷ്യോ. എ ബി എന്നീ പാർട്ട്നേഴ്സിന് സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ജനറൽ റിസർവ് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ഒരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രത്യേകമായി സൂചിപ്പിക്കില്ല. ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസോ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് തരുന്നത്. അത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യണം. ഇനി ഈ തുക നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. ബൈ ജനറൽ റിസർവ് 12,000 ആൻഡ് 6,000. പ്രത്യേകം ഓർമ്മിക്കുക, ജനറൽ റിസർവ് പാർട്ട്നേഴ്സിന് പങ്കിട്ട് നൽകിയതിനാൽ പുതിയ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അടുത്തത് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ സി. സി എന്ന ന്യൂ പാർട്ട്ണർ 1,00,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അത് ബാങ്ക് ബാലൻസിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ജനറൽ എന്ത് വരും? ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ യെസ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1 lakh ടു സി എന്ന പാർട്ട്ണറാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. സോ ടു സി ക്യാപിറ്റൽ 1 lakh ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ സി. സോ സി എന്ന പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണ്ടേ? യെസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാങ്ക് സിയുടെ കോളത്തിൽ 1,00,000 രൂപ. ബാങ്കിലേക്ക് തുക വരുമ്പോൾ ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യില്ലേ? ബാങ്ക് ബാലൻസ് അസറ്റ് അല്ലേ? അസറ്റ് ബാലൻസ് ഷീറ്റിൽ എടുക്കണ്ടേ? സോ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക്, പഴയ ബാലൻസ് ഷീറ്റിൽ എത്ര രൂപ ഉണ്ടായിരുന്നു ക്യാഷ് അറ്റ് ബാങ്ക്? യെസ്, 40,000. അതിനോടൊപ്പം ഇപ്പോൾ സി കൊണ്ടുവന്ന തുക ആഡ് ചെയ്യുക. സോ പ്ലസ് 1 lakh. ക്യാഷ് അറ്റ് ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് 40,000 രൂപയുണ്ട്. അതിനോടൊപ്പം സി എന്ന ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന 1,00,000 രൂപ കൂടി ആഡ് ചെയ്തു. ഇനി സി ഗുഡ്വില്ല് കൊണ്ടുവരാനുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ തുക ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടതില്ല.
തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ക്യാഷ് അറ്റ് ബാങ്ക് രണ്ടാമത്തെ പൊസിഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എഴുതാനുള്ള ഒരു സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്. യെസ്. അടുത്തത് ഗുഡ് വിൽ പ്രീമിയം ഓഫ് 60,000 ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ 2:1. സി എന്ന ന്യൂ പാർട്ട്ണർ ഗുഡ് വിൽ പ്രീമിയം 60,000 രൂപ കൊണ്ടുവരുന്നു. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ടതാണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് പങ്കുവയ്ക്കുന്നത്. ഗുഡ് വിൽ പ്രീമിയം ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരുന്നത്. സോ ജനറലി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 60,000 ടു എസ് ക്യാപിറ്റൽ 60,000 ഇൻറ്റു 2/3 40,000 ടു ബി ക്യാപിറ്റൽ 60,000 ഇൻറ്റു 1/3 20,000. ഗുഡ് വിൽ പ്രീമിയം ഷെയർഡ് ഇൻ സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ ഇവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ്. എങ്ങനെ മനസ്സിലായി? സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/4 ഷെയർ. റേഷ്യോയെ സംബന്ധിച്ച് മറ്റു സൂചനകളൊന്നും ക്വസ്റ്റ്യനകത്ത് ഇല്ലാത്തതിനാൽ ഓൾഡ് റേഷ്യോയിൽ തന്നെ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്തു എന്ന് അസംഷൻ. നമ്മൾ പ്രത്യേകമായി സാക്രിഫൈസ് റേഷ്യോ കാണേണ്ട ആവശ്യം ഇല്ല. ദെൻ ഇത് എയുടെയും ബിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാങ്ക് ബ്രാക്കറ്റിൽ ഗുഡ് വിൽ 40,000 ആൻഡ് 20,000. ബാങ്ക് ബാലൻസ് കൂടിയില്ലേ? ആയതിനാൽ ബാലൻസ് ഷീറ്റിൽ ബാങ്ക് ബാലൻസിനോടൊപ്പം ആഡ് ചെയ്യുക. ബാലൻസ് ഷീറ്റ് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് 40,000 പ്ലസ് 1 lakh എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ വന്ന 60,000 രൂപ കൂടി ആഡ് ചെയ്യുക. ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊന്നും ഇല്ലാത്തതിനാൽ ഈ തുക ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുക. ടോട്ടൽ എത്ര രൂപയുണ്ട്? യെസ്, 2 lakh. സോ ക്യാഷ് അറ്റ് ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് 40,000 രൂപയുണ്ടായിരുന്നു. അതിനോടൊപ്പം സി എന്ന പാർട്ട്ണർ ക്യാപിറ്റൽ 1,00,000 രൂപ കൊണ്ടുവന്നു. പ്ലസ് സി 60,000 രൂപ ഗുഡ് വിൽ പ്രീമിയം കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ 2 ലക്ഷം രൂപയായി. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. മെഷീനറി അപ്രീഷിയേറ്റഡ് ടു ₹1,20,000. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആണ്. അപ്രീഷിയേറ്റഡ് ടു എന്നാണ്. ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്തി. മെഷീനറിയുടെ വില 1,20,000 നിശ്ചയിച്ചു എന്നർത്ഥം. ഇങ്ങനെ ടു അല്ലെങ്കിൽ അറ്റ് എന്ന പദമാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അറ്റ് അല്ലെങ്കിൽ ടുവിന് ശേഷമുള്ള തുകയാണ് പുതിയ വില. അതാണ് പുതിയ ബാലൻസ് ഷീറ്റ് കാണിക്കട്ടെ. അപ്പോൾ എത്ര രൂപയാണ് ചേഞ്ച് വന്നത് എന്നറിയണമെങ്കിൽ പഴയ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റിന്റെ വില നോക്കുക. തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ വില 1,00,000 രൂപയാണ്. ഈ 1,00,000 ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ച 1,20,000 തമ്മിലുള്ള വ്യത്യാസം കാണുക. എത്രയുണ്ട് വ്യത്യാസം? യെസ്, 20,000 ഉണ്ട്. 1,00,000 രൂപയുടെ മെഷീനറി 1,20,000 മാറി എന്ന് പറഞ്ഞാൽ 20,000 രൂപ വർദ്ധിച്ചു എന്നർത്ഥം. ഇൻക്രീസ് ഇൻ അസറ്റ് എൻട്രി എന്ത് വരും? യെസ്, ഇവിടെ മെഷീനറിയുടെ വിലയാണ് കൂടിയത്. സോ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 20,000 ടു റീവാലുവേഷൻ അക്കൗണ്ട് 20,000. ഈ 20,000 എങ്ങനെ കിട്ടിയേ? 1,20,000 എന്ന പുതിയ വിലയും 1 lakh എന്ന പഴയ വിലയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ റീവാലുവേഷൻ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം ഒറ്റ സ്ക്രീനിൽ തന്നെയാണ് കാണിക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാകാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ജേണലിൽ മുഴുവൻ എൻട്രി തുടർച്ചയായിട്ട് എഴുതുന്നു. ആ സമയം തന്നെ റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. പക്ഷേ നമ്മൾ റീവാലുവേഷൻ, ബാലൻസ് ഷീറ്റ്, ജേണൽ ഇത് മൂന്നും ഒരേ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ്. സോ റീവാലുവേഷൻ അക്കൗണ്ട് ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യണം? യെസ്, ക്രെഡിറ്റ് സൈഡിൽ ബൈ മെഷീനറി 20,000. ഇനി മെഷീനറി എന്ന അസറ്റ് ബാലൻസ് ഷീറ്റിൽ കാണിക്കണ്ടേ? സോ ബാലൻസ് ഷീറ്റിൽ മെഷീനറി പഴയ വില 1 lakh പ്ലസ് ഇപ്പോൾ വന്ന വർധനവ് 20,000 രൂപ. സോ 1,20,000
1,20,000. ഇനി അപ്രീഷിയേറ്റഡ് ടു 1,20,000 എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറക്റ്റ് 1,20,000 എന്ന് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. വാല്യൂ ഓഫ് ബിൽഡിങ്സ് അപ്രീഷിയേറ്റഡ് ബൈ 10%. മുൻ ക്വസ്റ്റ്യനും ഇപ്പോഴത്തെ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ വ്യത്യാസം നോക്കുക. നേരത്തെ അപ്രീഷിയേറ്റഡ് ടു എന്നാണ് പറഞ്ഞത്, ഇവിടെ അപ്രീഷിയേറ്റഡ് ബൈ എന്നാണ്. ബൈ 10% എന്ന് പറഞ്ഞാൽ 10% വർദ്ധിച്ചു എന്നർത്ഥം. 1,50,000 രൂപയാണ് ബിൽഡിങ്സിന്റെ വില. അതിൻ്റെ 10% എന്ന് പറയുന്നത് 15,000 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1,50,000-ന്റെ 10%-മായ 15,000 രൂപ ബിൽഡിങ്ങിന്റെ വിലയിൽ വർധനവുണ്ടായി. സോ ജേണൽ എൻട്രി എഴുതുക. ബിൽഡിങ്സ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു റീവാലുവേഷൻ അക്കൗണ്ട് 15,000. അപ്രീഷിയേറ്റഡ് ടു എന്നാണ് പറയുന്നതെങ്കിൽ ആ ടുവിന് ശേഷം പറയുന്ന വിലയിൽ എത്തി എന്നർത്ഥം. നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആ തുക കാണാൻ പഴയ വിലയും പുതിയ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് കാണുന്നത്. ബൈ ആണെങ്കിൽ ഈ ബൈക്ക് ശേഷം പറയുന്ന എത്രയാണോ തുക അതാണ് ഡയറക്റ്റ് റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ എടുക്കുന്നത്. ഇവിടെ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നമ്മൾ ആ തുക കാൽക്കുലേറ്റ് ചെയ്തു എന്ന് മാത്രം. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക. ബൈ ബിൽഡിങ്സ് 15,000. ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്സ് 1,50,000 പഴയ വില പ്ലസ് ഇപ്പോൾ വന്ന വർധനവ് 15,000 രൂപ. ബൈ എന്നാണ് പറയുന്നതെങ്കിൽ പഴയ വിലയോടൊപ്പം വന്ന വർധനവ് കൂടി ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. 1,65,000. അടുത്ത് നോക്കുക. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ് ബൈ. ഓവർ വാല്യൂഡ് ബൈ, ഫൗണ്ട് ഓവർ വാല്യൂഡ് എന്നാണ്. സ്റ്റോക്കിൻ്റെ വില 4,000 രൂപ അധികമായി രേഖപ്പെടുത്തിയതായി കാണുന്നു. ശരിയായ വിലയേക്കാൾ 4,000 രൂപ അധികമാണ് തന്നിരിക്കുന്ന സ്റ്റോക്കിൻ്റെ വില. അധികം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അധികമുള്ളതെല്ലാം കട്ട് ചെയ്യണം. സോ സ്റ്റോക്കിൻ്റെ വിലയിൽ നിന്നും 4,000 രൂപ കട്ട് ചെയ്യണം, കുറയ്ക്കണം എന്നർത്ഥം. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില കുറയുന്നു. ജേണൽ എൻട്രി എന്ത് വരും? യെസ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 4,000 ടു സ്റ്റോക്ക് 4,000. സ്റ്റോക്കിനെ ശരിയായ വിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 4,000 രൂപ കുറയ്ക്കണം. സോ നമ്മൾ സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്തു. ഡിക്രീസ് ഇൻ അസറ്റ് ക്രെഡിറ്റ് എന്നല്ലേ റൂള്. ദെൻ റീവാലുവേഷൻ അക്കൗണ്ടിൽ എങ്ങനെ പോസ്റ്റ് ചെയ്യും? ടു സ്റ്റോക്ക് 4,000. ദെൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് 40,000 രൂപ പഴയ വിലയാണ്. അതിൽ 4,000 രൂപ അധികമായിരുന്നു. സോ ആ 4,000 രൂപ ലെസ് ചെയ്തു. 40,000 മൈനസ് 4,000 ബാക്കി യെസ് 36,000. ഫൗണ്ട് ഓവർ വാല്യൂഡ്, ഫൗണ്ട് അണ്ടർ വാല്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ഫൗണ്ട് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ അധികമായി രേഖപ്പെടുത്തിയതായി കാണുന്നു. അധികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും ലെസ് ചെയ്യാം. ഫൗണ്ട് അണ്ടർ വാല്യൂഡ് എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ വിലയിട്ടപ്പോൾ കുറഞ്ഞു പോയി എന്നാണ്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. ക്രെഡിറ്റേഴ്സിൽ 500 രൂപ കിട്ടുവാനുള്ള ഒരാൾ തൻ്റെ പണം ആവശ്യപ്പെടില്ല എന്നായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് പണം ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥാപനത്തെ സംബന്ധിച്ച് ലാഭം എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുന്നു. സോ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 500 ടു റീവാലുവേഷൻ അക്കൗണ്ട് 500. 500 രൂപ കിട്ടുവാനുള്ള ക്രെഡിറ്റർ തൻ്റെ തുക ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് 500 രൂപയുടെ ലയബിലിറ്റി കുറയുന്നു. ലയബിലിറ്റി കുറയുന്നതിനാൽ ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യുന്നു. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് ഗെയിൻ ആയതിനാൽ ക്രെഡിറ്റ് ചെയ്യാം. ബൈ ക്രെഡിറ്റേഴ്സ് 500. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ 40,000 രൂപയാണ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്.
അതിൽ നിന്നും 500 രൂപ ലെസ് ചെയ്യുന്നു. ബാക്കി 39,500. പഴയ ബാലൻസ് ഷീറ്റിൽ നിന്നും ഓരോ ഐറ്റം നമ്മൾ എടുക്കുമ്പോഴും അവിടെ ടിക്ക് മാർക്ക് കൊടുക്കണം, ഏതൊക്കെ ഐറ്റം എടുത്തു എടുത്തില്ല എന്ന് തിരിയാൻ വേണ്ടിയാണ്. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അറ്റ് 5%. സൺട്രി ഡെറ്റേഴ്സിൻ്റെ 5% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സൺട്രി ഡെറ്റേഴ്സ് 60,000 രൂപയാണ്. അതിൻ്റെ 5% എന്ന് പറയുന്നത് 3,000 റുപ്പീസാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 3,000 ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 3,000. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നാണ്. സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 3,000. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സൺട്രി ഡെറ്റേഴ്സ് 60,000 രൂപയാണ്. ലെസ് പ്രൊവിഷൻ 3,000. 60,000 നിന്നും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ 3,000 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 57,000. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ 500 റുപ്പീസ്. 500 രൂപ ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ ബാക്കിയുണ്ട്. ഇത് നിലവിലെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റമാണ്. അതിനാണ് നമ്മൾ അൺറിക്കോർഡഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. പുതിയൊരു ലയബിലിറ്റി വരുന്നു. സോ ജേണൽ എന്ത് വരും? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ 500. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇലക്ട്രിസിറ്റി ബിൽ എന്നല്ലേ? സോ റീവാലുവേഷൻ അക്കൗണ്ടിൽ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ 500. ഇത് പുതിയൊരു ബാധ്യതയാണ്. നിലവിലെ ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ബാധ്യത വരുന്നു. സോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ 500. അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. അൺറിക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വാല്യൂഡ് അറ്റ് ₹5,000 എന്നാണ്. സ്ഥാപനത്തിന് 5,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്കിലേക്ക് കൊണ്ടുവരിക, അതിന് നമ്മൾ പറയുന്ന പേര് അൺറിക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. സോ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ഗെയിൻ ആണ് ലഭിക്കുന്നത്. സോ ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു റീവാലുവേഷൻ അക്കൗണ്ട് 5,000. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ ആയതിനാൽ റീവാലുവേഷൻ അക്കൗണ്ടിൽ ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് 5,000. ഇൻവെസ്റ്റ്മെൻ്റ് ഒരു അസറ്റ് ആണല്ലോ. സോ പുതിയ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 5,000. ദെൻ ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന എല്ലാ ഐറ്റങ്ങളും പരിഗണിച്ചു. അതിന് ജേണൽ എൻട്രി എഴുതി അവ റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് കാണേണ്ടത്. റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം. ക്രെഡിറ്റ് സൈഡിലാണ് തുക അധികമുള്ളത്. അതിനാൽ ക്രെഡിറ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ 40,500 എന്ന് കിട്ടിയോ? അത് അതേപടി ഡെബിറ്റ് സൈഡിൽ കൊണ്ട് എഴുതുക. ടോട്ടൽ എമൗണ്ടായി. ദെൻ ഡിഫറൻസ് കാണുക. ഡെബിറ്റ് സൈഡിലുള്ള തുകയും ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം 33,000 കിട്ടി. ഈ 33,000 എന്ന് പറയുന്നതാണ് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗെയിൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാൾ അധികം. ആ ഡിഫറൻസ് എക്സസ് ഓഫ് ക്രെഡിറ്റ് അതാണ് ഗെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ്. 33,000 രൂപ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഉണ്ട്. ഇത് ആർക്ക് അർഹതപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അർഹതപ്പെട്ട തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. സോ 33,000 ഇൻറ്റു 2/3. ഈ 33,000 എന്ന് പറയുന്നത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. 2/3 എന്ന് പറയുന്നത് എയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അത് 22,000. ദെൻ ബി 33,000 ഇൻറ്റു 1/3 11,000. റീവാലുവേഷൻ പ്രോഫിറ്റിനെ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പങ്കിട്ടെടുക്കുന്നു. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എ ക്യാപിറ്റൽ ടു ബി ക്യാപിറ്റൽ എന്നല്ലേ അക്കൗണ്ടിനകത്ത് കാണിക്കുന്നേ. സോ നമ്മൾ ഈ അക്കൗണ്ട് നോക്കി
അതിൻ്റെ ജേണൽ എഴുതുമ്പോൾ എങ്ങനെ വരും? യെസ്, റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 33,000. ടു എ ക്യാപിറ്റൽ 22,000. ടു ബി ക്യാപിറ്റൽ 11,000. പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. ഇത് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടേ? യെസ്, ക്യാപിറ്റൽ അക്കൗണ്ട് എടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, കാരണം റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നല്ലായിരുന്നോ? അതിനാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റീവാലുവേഷൻ എ 22,000, ബി 11,000. ഇപ്പം ക്യാപിറ്റൽ അക്കൗണ്ടിലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡ് തുകകളൊന്നുമില്ല, സോ ക്രെഡിറ്റ് സൈഡിലെ തുക നമ്മൾ ആഡ് ചെയ്തു. ഈ ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ കൊണ്ടെഴുതുക. ദെൻ ബാലൻസ് കാണുക. ബാലൻസ് ക്യാരി ഡൗൺ. എ 2,54,000, ബി 1,87,000, സി 1 lakh. ദെൻ ഈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോട്ട് ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത അതേ തുക തന്നെ 2,54,000, 1,87,000, 1 lakh. ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആകുന്നുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. ഈ ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പോസ്റ്റ് ചെയ്യുക. സോ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എ 2,54,000, ബി 1,87,000, സി 1 lakh. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു. ജേണൽ എൻട്രി എഴുതി, റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു, റീവാലുവേഷൻ്റെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ചെയ്തു. ഇനി തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും ഐറ്റം എടുക്കാതെ അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക. നമ്മൾ എടുത്ത ഐറ്റങ്ങളെല്ലാം മാർക്ക് ചെയ്താണ് വന്നത്. അപ്പോൾ ഇനി മാർക്കിംഗ് ഇല്ലാത്ത ഐറ്റം ഏതാണോ അതാണ് നോക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്നും ഓരോ ഐറ്റം എടുക്കുമ്പോഴും അവിടെ മാർക്കിംഗ് നടത്തണം. സോ ഇവിടെ നോക്കുക, ക്യാഷ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഈ 3 ഐറ്റങ്ങളെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ആയതിനാൽ ഈ 3 ഐറ്റങ്ങളും നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് ഇതുവരെ എടുത്തിട്ടില്ല. ഈ അസറ്റുകളും ലയബിലിറ്റിയും സ്ഥാപനത്തിൽ ഇപ്പോഴും നിലവിലില്ലേ? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ആയതിനാൽ ഇവയ്ക്ക് മാറ്റമൊന്നുമില്ലാത്ത ഐറ്റങ്ങളാണ്. ഇവയെ അതേപടി പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. ഐറ്റങ്ങൾ നോക്കുക, ക്യാഷ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. സോ പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് 10,000, ബിൽസ് പേബിൾ 10,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 2,000. ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനോടൊപ്പം വേണമെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇലക്ട്രിസിറ്റി ബിൽ എമൗണ്ട് ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഇപ്പം നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും പരിഗണിച്ചു. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഐറ്റങ്ങൾ പഴയ ബാലൻസ് ഷീറ്റിൽ നിന്നും അതേ തുക തന്നെ പുതിയ ബാലൻസ് ഷീറ്റിലും എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്ത് നോക്കുക. ലയബിലിറ്റി സൈഡിൽ 5,93,000. യെസ്, അസറ്റ് സൈഡിലും 5,93,000. ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലേ? യെസ്, ഇറ്റ് ഈസ് ടാലിഡ്. സോ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ജേണൽ, റീവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവ 4ഉം ഒരേ സമയം തന്നെ ചെയ്തു പോകും. ഒരു ഐറ്റം നമ്മൾ എടുത്താൽ അത് എവിടെയൊക്കെ എഴുതാനുണ്ടോ അവിടെയെല്ലാം എഴുതിയതിന് ശേഷം മാത്രമേ അടുത്ത ഒരു ഐറ്റത്തെ പരിഗണിക്കാൻ പാടുള്ളൂ. അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഐറ്റങ്ങൾ പഴയ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന അതേ വിലയിൽ തന്നെയാണ് പുതിയ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എടുക്കേണ്ടത്. ദെൻ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നോക്കുക. Then it is the time to test your understanding. Thank you for your cooperation.